എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ കറിയാണ്. സാധാരണ കോളിഫ്ലവർ വെച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഉണ്ടാക്കും അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ട് ഒരു കുറുമ, അതായത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു കുറുമ. അപ്പൊ സാധാരണ കുറുമ ഉണ്ടാക്കുമ്പോൾ നാളികേരപ്പാലൊക്കെ ചേർത്തിട്ടുള്ള കുറുമയാണ് ഉണ്ടാക്കുക. ഇത് വെരി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ അല്ലെങ്കിൽ ബ്രെഡ് നാൻ ഇങ്ങനത്തെ യോജിക്കുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ ഒരു കുറുമയാണ്. ഇപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ കോളിഫ്ലവർ നമ്മൾ എടുത്തിരിക്കേണ്ട ഒരു മീഡിയം സൈസുള്ള ഒരു കോളിഫ്ലവർ ആണ്. അപ്പൊ ഞാൻ അതിന്റെ ഇതൊക്കെ ഇങ്ങനെ ഇത്രയും ഒരു സൈസിൽ ഒന്ന് തിരിച്ച് അത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി, കുറച്ച് മഞ്ഞൾ ഉപ്പിട്ടിട്ട് ചൂടാക്കി, എന്നിട്ട് ഞാനത് ഊറ്റിയെടുത്ത് വെച്ചേക്കണ്ടാണ് കേട്ടോ. അത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, അപ്പൊ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, ഒന്ന് ചേർത്തിട്ടൊന്ന് ചെറുതായ ഒരു മാരിനേഷൻ കൊടുക്കുന്നത് നമ്മൾ കേട്ടോ. നമുക്കിവിടെ മാറ്റി വെക്കാം. നമ്മളിവിടെ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നട്ട്സ് ഈ കുറുമയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് കൊടുക്കാം. ഒരു 30 ഗ്രാം നട്ട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പൊ വലിയ കാഷ്യൂ ആണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. അത് ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കസ്കസ്, വൈറ്റ് കസ്കസ് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഇതിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ല, നമ്മുടെ സാധാരണ പാലാണ്. ഇത് വെള്ളത്തിലായാലും കുതിർക്കാം കേട്ടോ. അപ്പൊ വീഗൻ റെസിപ്പി അങ്ങനെ ആയിരിക്കുന്നവര് വെള്ളത്തിൽ കുതിർത്താൽ മതി. ഇപ്പൊ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിന് കൂടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ബട്ടർ യൂസ് ചെയ്യാത്തവര് ഈ ഓയിൽ മാത്രം ഒഴിച്ച് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഫ്ലോററ്റ്സ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാ കേട്ടോ. അതായത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവണ വരെ ഒന്ന് ഫ്രൈ ചെയ്യും. ഈ കോളിഫ്ലവർ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അത് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ നമ്മൾ തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മളിപ്പോ പാലിൽ കുതിർത്തി വെച്ചിരിക്കണ നട്ട്സും കസ്കസും ഉണ്ടല്ലോ, മിക്സിയുടെ കപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ ഞാൻ ആദ്യം നട്ട്സും കസ്കസിന്റെയും എടുത്തിട്ട് ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് അരച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പൊ ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ കളറായപ്പോൾ ഞാനത് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മസാലകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഗരം മസാലപ്പൊടിയും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ മുഴുവൻ മസാലയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കുറച്ച് കറിയാമ്പൂ, ഒരു 4-5 കറിയാമ്പൂ, 1 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചീരകം, 3 ഏലക്കായ, 3 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 1 തക്കോല. ഇത് നമുക്ക് ആദ്യം ഇട്ട് ഒന്ന് ഫ്രൈ ആക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തതും, ഒരു 4 പച്ചമുളകും ഇതും കൂടി ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കാം. പിന്നെ നമ്മൾ ഒരു വലിയൊരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ലൈറ്റ് ഗോൾഡൻ
ബ്രൗൺ ഷെയ്ഡ് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ സവാള ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് അത് വെന്ത് വരണം. അപ്പം തീ കുറച്ച് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. നമ്മളിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ കുക്കായിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഈ പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ചമണം പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നട്ട്സ് പാലിൽ കുതിർത്തി അരച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് വെള്ളം മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എത്ര വേണമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. കുറുമ എന്ന് പറയുമ്പോൾ ഇത്തിരി തിക്കായിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് നേരം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു തിക്നെസ് ഉണ്ട്. കുറച്ച് നേരം ഒരു 4 മിനിറ്റോളം ഞാനിങ്ങനെ വെച്ചൊന്ന് തിളപ്പിക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ കോളിഫ്ലവർ ആഡ് ചെയ്യാൻ പോകുന്നത്. തീ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യാണ്. ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. കസൂരി മേത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം എടുത്ത് വെച്ചാൽ മതി. അതൊന്ന് തിരുമ്പി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ കുറുമയാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുറുമയാണ്. ഇപ്പോൾ പശുമ്പാലെല്ലാം ഒഴിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചാലും അതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ബട്ടർ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.